എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജനുവരി 4-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ പൊതുവെ ഇപ്പോൾ SCRT മേഖല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരികയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർ ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് ഏറ്റവും പുതിയ SCRT ഗൈഡുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അറിവിടം എന്ന് പറയുന്ന പേരിൽ സയൻസിനും സോഷ്യൽ സയൻസിനുമായിട്ടാണ് ഈ ബുക്കുകൾ പുറത്തിറക്കിയിട്ടുള്ളത്. പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെയാണ്. അപ്പോൾ അതിൽ പാർട്ട് 1 5, 7, 9 ക്ലാസ്സുകളും പാർട്ട് 2 എന്ന് പറയുന്നത് 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ടീച്ചർ ടെക്സ്റ്റ് ഫാക്ടുകൾ, ലേണിംഗ് റൂം ഫാക്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെയാണ് ഈ പുസ്തകം നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള varanda.channelgala.com എന്ന വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പൊതുവെ കറണ്ട് അഫയേഴ്സിന്റെ പ്രയോറിറ്റിയും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വ്യക്തമായതാണ്. അതായത് 20, 15, 10 എന്നിങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു PSC പരീക്ഷയിലെ റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. സോ കറണ്ട് അഫയേഴ്സിലെ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലന്റ് ഏറ്റവും പുതിയ സ്പെഷ്യൽ എഡിഷൻ കറണ്ട് അഫയേഴ്സ് ബുക്കും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള varanda.channelgala.com നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ വേദി എവിടെയാണ്? അപ്പോൾ നമ്മുടെ സംസ്ഥാനം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? രജിസ്ട്രേഷൻ ദിനാചരണം നടത്തുന്നു. എന്ന് മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 ജനുവരി 4-നാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ദിനാചരണം നടത്തുന്നത്. അപ്പോൾ അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ അഞ്ചരക്കണ്ടി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരാണ് കേട്ടോ. കണ്ണൂര് അഞ്ചരക്കണ്ടിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ആഘോഷം നടക്കുന്നു എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ എന്തുകൊണ്ട് ഈ അഞ്ചരക്കണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ രജിസ്ട്രേഷൻ സബ് രജിസ്ട്രാർ ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അഞ്ചരക്കണ്ടിയിലാണ് കേട്ടോ. അത് 1865 എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അത് മാത്രമല്ല 1867 അവിടുത്തെ ആദ്യത്തെ രജിസ്ട്രേഷൻ നടന്നത്. സോ അതിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ്. അപ്പോൾ ആദ്യത്തെ രജിസ്ട്രേഷൻ നടന്ന ജനുവരി 4-ന്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് രജിസ്ട്രേഷൻ ദിനാചരണം എന്ത് ചെയ്യാൻ വേണ്ടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിലവിലെ രജിസ്ട്രാർ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. സോ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അപ്പോൾ എന്തുകൊണ്ട് ഇതിപ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർത്തകളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ വീണ്ടും എഗെയിൻ വാർത്തകളിൽ വന്നതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു മാത്രം. അതായത് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ചീനക്കൊട്ടാരം എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒരു ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് 1904 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ പണി കഴിപ്പിച്ച ഒരു വിശ്രമ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ചീനക്കൊട്ടാരം. അതായത് അദ്ദേഹം മദ്രാസിലേക്കും മറ്റുമൊക്കെ ഈ പറയുന്ന കൊല്ലം, ചെങ്കോട്ട പാത വഴിയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വിശ്രമിക്കാനായിട്ട് വന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ചീനക്കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെയിൽവേയുടെ കയ്യിലാണ് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ റെയിൽവേ മ്യൂസിയം ആക്കിയിട്ട് മാറ്റാനുള്ള ഒരു ആലോചന കുറെ കാലം കൊണ്ടേ ഉണ്ട്, കുറെ കാലം കൊണ്ട് ഒരു ആവശ്യമുണ്ട്. അപ്പോൾ എഗെയിൻ വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ ഒരു ചീനക്കൊട്ടാരത്തെ റെയിൽവേ മ്യൂസിയം ആക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു മാത്രം. അപ്പോൾ സിമ്പിളായിട്ട് ഓർത്ത് വെച്ചേക്കുക, ചീനക്കൊട്ടാരം കൊല്ലം ജില്ലയിലാണ്. ദെൻ അതുപോലെ തന്നെ ഇത് സ്ഥാപിച്ചത് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു വിശ്രമ കേന്ദ്രമായിട്ട് എന്താണ് സ്ഥാപിച്ചൊരു കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത് ചീനക്കൊട്ടാരം. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ വർഷത്തെ, അതായത് 2026 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരേഡില് കേരളത്തിന്റെ ടാബ്ലോ എന്ത് ചെയ്തു? തെരഞ്ഞെടുക്കപ്പെട്ടു. നമുക്കറിയാം ഓൾറെഡി 2023 ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിലാണ് ഇതിനു മുൻപ് അവസാനമായിട്ട് എന്ത് ചെയ്തിരുന്നത്? നമ്മുടെ കേരളത്തിന്റെ ടാബ്ലോ പങ്കെടുത്തത്. അതിനുശേഷം 24-ലോ 25-ലോ ഒന്നും കേരളത്തിന്റെ ടാബ്ലോ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിന്റെ ടാബ്ലോ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അന്ന് പങ്കെടുത്തപ്പോൾ എന്തായിരുന്നു പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ പ്രമേയം എന്ന് പറയുന്നത് നാരീ ശക്തിയായിരുന്നു. അതായത് അന്ന് എന്താണ് സാക്ഷരതാ പരീക്ഷയിൽ റാങ്ക് നേടിയ കാർത്തിയായനി അമ്മയും അതുപോലെ തന്നെ പാട്ടുകാരി നമ്മുടെ ദേശീയ അവാർഡ് നേടിയ നഞ്ചി അമ്മയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടാബ്ലോ ആയിരുന്നു അന്ന് കേരളം അവതരിപ്പിച്ചത്. ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം മറ്റൊരു ടാബ്ലോ അവതരിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇനി ഈ ഒരു ടാബ്ലോയിൽ, അതായത് 2024 ടാബ്ലോയുടെ എന്തൊക്കെയാണ് പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ട് ഡിജിറ്റൽ സാക്ഷരത നേടിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ. അപ്പോൾ ഇതെല്ലാം പ്രമേയമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ടാബ്ലോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷം കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളതൊരു വേദിയാണ്. അതായത് 2026 ദേശീയ സരസ് മേളയുടെ വേദി എവിടെയെന്നുള്ളതാണ്. അപ്പോൾ 2026 ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണ്? അപ്പോൾ ചാലിശ്ശേരിയാണ്. ഈ ചാലിശ്ശേരി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ തൃത്താല മണ്ഡലത്തിലാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് ജില്ലയിലെ തൃത്താല മണ്ഡലത്തിലുള്ള ചാലിശ്ശേരിയിൽ വെച്ചാണ് 2026 ദേശീയ സരസ് മേള നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി എന്താണ് ഈ ഒരു സരസ് മേള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ ഗ്രാമീണ സ്ത്രീകളുടെ ഒരു വ്യാപാര മേളയാണ് ഈ പറയുന്ന സരസ് മേള എന്ന് പറയുന്നത്. ഒരുപാട് സ്റ്റാളുകളും മറ്റുമൊക്കെ ഉണ്ടാവും. കുടുംബശ്രീയുടെ നേതൃത്വത്തിലൊക്കെയാണ് നടക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുടുംബശ്രീയുടെ അമൃതം ന്യൂട്രി മിക്സ്. നമുക്കറിയാം അല്ലെ, അംഗനവാടികൾ വഴി കുട്ടികൾക്ക് കൊടുക്കുന്ന പോഷകാഹാരമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന അമൃതം ന്യൂട്രി മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പറയുന്ന കുടുംബശ്രീയാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മൾ അതിനെപ്പറ്റി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കുടുംബശ്രീയുടെ അമൃതം ന്യൂട്രി മിക്സ് എന്ത് ചെയ്യുന്നു? ലക്ഷദ്വീപിലേക്ക് വിതരണം ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്താണ് ഈ പറയുന്ന അമൃതം ന്യൂട്രി മിക്സ് എവിടത്തേക്കാണ്? ലക്ഷദ്വീപിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സോ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വാർത്തകളിൽ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു പോകുന്ന കാര്യങ്ങളായിരിക്കാം. മേ ബി അതിൽ നിന്ന് പോലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാം. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അടുത്തിടെ എന്ത് ചെയ്യുന്നു, ഏത് സ്ഥലത്തേക്കാണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിലേക്കാണ് നമ്മുടെ കുടുംബശ്രീയുടെ അമൃതം ന്യൂട്രി മിക്സ് കയറ്റി അയച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞൂടെ ലക്ഷദ്വീപാണ്. സോ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അപ്പോൾ എന്താണ് പുസ്തകത്തിന്റെ പേര്? ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഊർജിത് പട്ടേൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ ഒരു പേര് നമ്മൾ ഇതിനു മുൻപ് ഓൾറെഡി ഇതിനെ കേട്ടിട്ടുണ്ടല്ലേ. എവിടെയാ കേട്ടത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണർ ആണ് ആരെന്ന് പറയുന്നത്? ഊർജിത് പട്ടേൽ. അപ്പോൾ ദി ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഊർജിത് പട്ടേൽ ആണ്. വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പേര് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് രത്തൻ ടാറ്റയോടുള്ള ആദര സൂചകമായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോയിങ് 7378 വിമാനത്തിന് നൽകിയ പുതിയ പേര് എന്താണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? രത്തൻ ടാറ്റയോടുള്ള ആദര സൂചകമായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോയിങ് 737-8 എന്ന് പറയുന്ന വിമാനത്തിന് നൽകിയ പുതിയ പേര് ഏതാണ്? VTRNT. എന്താണ്? VTRNT എന്ന് പറയുന്ന പേരാണ് അവർ എന്ത് ചെയ്തത്? പുതിയതായിട്ട് നൽകിയത് എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർക്കുക. ഇനി അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ടത് ഈ പറയുന്ന RNT എന്ന് പറയുമ്പോൾ രത്തൻ നവൽ ടാറ്റ എന്നാണ് അതിന്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് പറയാൻ പോകുന്നത്? ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ സർവീസ് നടത്തുന്നത് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ്? അപ്പോൾ ഗുവാഹത്തിക്കും കൊൽക്കത്തയ്ക്കും ഇടയിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഗുവാഹത്തി അറിയാമല്ലോ, അസമിലാണ്. ദെൻ അതുപോലെ തന്നെ കൊൽക്കത്തയും അറിയാം, വെസ്റ്റ് ബംഗാളിലാണ്. സോ സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസമിനെയും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിനെയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പറഞ്ഞേക്കണം. അതുപോലെ തന്നെ അതിന്റെ ഒരു വേഗത എന്ന് പറയുന്നത് ഇപ്പോൾ ടെസ്റ്റ് നടത്തിയത് വെച്ച് നോക്കുകയാണെങ്കിൽ 180 km/h ആണ് ഇതിന്റെ ഒരു വേഗത പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു പത്രസമ്മേളനത്തിന് വെച്ച് വളരെ നിർണായകമായ മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തുകയുണ്ടായി. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2027 എന്ത് ചെയ്യും? ആരംഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2027 ആരംഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ജപ്പാനാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ആരാണ്? അത് അശ്വിനി വൈഷ്ണവ്. ആരാണ്? കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ശീതക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് പുതുവർഷത്തിന്റെ ആരംഭത്തിൽ US-ൽ വീശിയടിച്ച ഒരു ശീത കൊടുങ്കാറ്റ്, അതിന്റെ പേരെന്ന് പറയുന്നത് എസ്ര. എന്താണ്? എസ്ര എന്ന് പറയുന്ന ഒരു ശീത കൊടുങ്കാറ്റ്, അതായത് ബോംബ് സൈക്ലോൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ശീത കൊടുങ്കാറ്റാണ് എന്ത് ചെയ്തത്? US-ൽ ഈ പറയുന്ന ന്യൂ ഇയറിൽ വീശിയടിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ സിമ്പിൾ ആയിട്ട് എസ്ര എന്ന് പറയുന്ന ശീത കൊടുങ്കാറ്റ് എവിടെ വീശിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? US-ലാണ്. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതും അതുപോലെ തന്നെ ഡിഗ്രി ലെവലുകാരൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. അതായത് യൂറോപ്യൻ യൂണിയൻ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഔദ്യോഗികമായിട്ട് നടപ്പാക്കി. അല്ലെങ്കിൽ അത് 2026 ജനുവരി 1 മുതൽ എന്ത് ചെയ്തു? പ്രാബല്യത്തിൽ വന്നു. 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഔദ്യോഗികമായിട്ട് നടപ്പാക്കി. അല്ലെങ്കിൽ അത് 2026 ജനുവരി 1 മുതൽ എന്ത് ചെയ്തു? പ്രാബല്യത്തിൽ വന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇനി
എന്താണ് ഈ പറയുന്ന CBAM അഥവാ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതായത് ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന ഒരു നികുതിയാണ് ഈ പറയുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലുമിനിയം, സ്റ്റീൽ പോലെയുള്ള കാർബൺ ബഹിർഗമനം കൂടിയ വസ്തുക്കൾക്ക്, അതായത് യൂറോപ്പിൽ ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീല്, അതുപോലെ തന്നെ എന്താണ് അലുമിനിയം, സിമന്റ് പോലെയുള്ള കാർബൺ ബഹിർഗമനം കൂടിയ വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന ഒരു നികുതിയാണ് ഈ പറയുന്ന CBAM എന്ന് പറയുന്നത്. 2026 ജനുവരി 1 മുതൽ എന്ത് ചെയ്തു, നടപ്പിലാക്കി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് 2025 നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ആക്ട് എന്ത് ചെയ്തു, പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ ഒരു ബില്ലിലേക്ക് തന്നെ പോവാം. അതായത് കായിക തർക്ക പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എന്താണ് നാഷണൽ ട്രൈബ്യൂണൽ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു ബില്ലായിരുന്നു. ദെൻ അത് മാത്രമല്ല നമ്മുടെ ദേശീയ തലത്തിലുള്ള ഒരുപാട് കായിക സംഘടനകളുണ്ട്. അപ്പോൾ അതിനെയെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊരു നാഷണൽ സ്പോർട്സ് ബോർഡ് വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു എന്താണ് ബില്ലായിരുന്നു. സോ ആ ബില്ല് അവതരിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ജൂലൈ 23 എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രിയായിട്ടുള്ള മൻസുഖ് മാണ്ഡവ്യയാണ് അവതരിപ്പിച്ചത്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു ബില്ല് ലോക്സഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് 11 ദെൻ രാജ്യസഭ ഓഗസ്റ്റ് 12 പാസ്സാക്കി, രാഷ്ട്രപതി ഓഗസ്റ്റ് 18 എന്ത് ചെയ്തു, ബില്ല് അംഗീകരിച്ചു. അപ്പോൾ അതോടുകൂടി അത് എന്തായി, നിയമമായി. അപ്പോൾ 2025 നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ആക്ട് പ്രാബല്യത്തിൽ വന്ന എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 ജനുവരി 1. അപ്പോൾ അത് പാർഷ്യലി ആണ് വന്നത്, കാരണം അതിലെ ബാക്കി ശുപാർശകളെല്ലാം കംപ്ലീറ്റ് ചെയ്തല്ല വന്നത്. അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ മാത്രമേ പ്രാബല്യത്തിൽ വരുന്നുള്ളൂ, അതുകൊണ്ട് പാർഷ്യലി ആയിട്ടാണ് നിലവിൽ വന്നത്. സോ അതുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ചാനലിന്റെ ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും സിലബസ് ഓറിയന്റ് ആയിട്ട് ന്യൂ SCRT ഫാക്ട് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള veranda.channelkala.com ഈ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി LGS പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രിക്ക് വേണ്ടിയുള്ള ബുക്കുകളും അതുപോലെ തന്നെ LDക്ക് വേണ്ടിയുള്ള ബുക്കുകളും മറ്റ് മത്സര പരീക്ഷകൾക്കായുള്ള PSC ബുക്കുകളും ഒക്കെ ടാലന്റ് പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലോ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള veranda.channelkala.com നിങ്ങൾ സന്ദർശിച്ചാൽ മതി. അപ്പോൾ ചർച്ചകൾ പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ വേദി പറഞ്ഞു, അഞ്ചരക്കണ്ടി കണ്ണൂരാണ്. ദെൻ ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു റെയിൽവേ മ്യൂസിയം ആക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു, അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. ദെൻ അതിനുശേഷം ഈ വർഷത്തെ 2026 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ നമ്മുടെ കേരളത്തിന്റെ ടാബ്ലോ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ 2026 ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണെന്ന് പറഞ്ഞു, ചാലിശ്ശേരി പാലക്കാട് തൃത്താല മണ്ഡലം. അതിനുശേഷം പറഞ്ഞത് നമ്മുടെ കുടുംബശ്രീയുടെ അമൃതം ന്യൂട്രി മിക്സ് അംഗനവാടി വഴി കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അതെന്ത് ചെയ്യുന്നു, ലക്ഷദ്വീപിലേക്ക് കൂടി കയറ്റി വിടുകയാണെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഒരു പുസ്തകം പറഞ്ഞു, ഊർജിത് പട്ടേലിന്റെ പുസ്തകമാണ്. എന്താണ് പുസ്തകത്തിന്റെ പേര്, ദി ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന് പറയുന്ന പുസ്തകം. ഊർജിത് പട്ടേൽ 24ാമത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറാണ്. അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു, ഒരു പേര് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് രത്തൻ ടാറ്റയോടുള്ള ആദര സൂചകമായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോയിങ് 7378 വിമാനത്തിന് VTRNT എന്ന പേര് നൽകി. അതിനുശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിന് സർവീസ് നടത്തുന്നത് ഗുവാഹത്തി, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ്. അതിനുശേഷം പറഞ്ഞു, പുതുവർഷാരംഭത്തിൽ US വീശിയടിച്ച ശീതക്കൊടുങ്കാറ്റ് ഏതാണ്, എസ്ര എന്ന് പറയുന്ന കാറ്റാണ്. ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയായിരുന്നു, അതായത് യൂറോപ്യൻ യൂണിയൻ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ത് ചെയ്തു, നടപ്പിലാക്കി എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. ഗ്രീൻ താരിഫ് എന്ന് അറിയപ്പെടുന്ന ഒരു ടാക്സ് ആണിത്. അതായത് യൂറോപ്പിൽ ഇറക്കുമതി ചെയ്യുന്ന അലുമിനിയം, സ്റ്റീല്, സിമന്റ് പോലെയുള്ള കാർബൺ ബഹിർഗമനം കൂടിയ വസ്തുക്കൾക്ക് മേൽ ചുമത്തുന്ന ടാക്സ് ആണ് ഇത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞു, നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് 2026 ജനുവരി 1 പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലായിട്ട് 2025 അവതരിപ്പിച്ചതാണ്. അത് പാസ്സായി, അതുകൊണ്ട് എന്ത് ചെയ്തു, നിയമമായി. അത് പ്രാബല്യത്തിൽ വന്നത് 2026 ജനുവരി 1. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2025 ഡിസംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്, ഇന്ത്യ, റഷ്യ, ജപ്പാൻ, ചൈന. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, യൂറോ പ്രാബല്യത്തിൽ വന്ന 21ാമത് രാജ്യം ഏതെന്നാണ്. അപ്പോൾ സ്വീഡൻ, ബൾഗേറിയ, റഷ്യ, ഉക്രൈൻ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരെന്നാണ്. ഒരു സംശയവും വേണ്ട, ആരാണ്, ദീപ്തി ശർമ്മയാണ്. നമ്മുടെ ഇന്ത്യൻ താരമാണ്. 2025 വനിതാ ഏകദിന ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ദീപ്തി ശർമ്മയാണ്. ഇനി ഈ ഒരു കാര്യത്തിൽ ചേഞ്ച് വരാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടി, സ്റ്റാറ്റിക്കാരുടെ ഒരു കാര്യം കൂടി ഓർക്കുക, ഈ ഒരു അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ 150 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ദീപ്തി ശർമ്മയാണ്.
ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നാഷണൽ അത്ലറ്റിക്സ് ഫോറത്തിന്റെ വേദി എവിടെയെന്നാണ്? ഒരു സംശയം വേണ്ട, അഹമ്മദാബാദ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ കായിക ഭരണ നിർവഹണത്തിൽ എന്ത് ചെയ്യുക? കായിക താരങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, സുതാര്യത ഉറപ്പാക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടുകൂടി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു നാഷണൽ അത്ലറ്റിക്സ് ഫോറം സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞു, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് പറയണം പി.ടി. ഉഷയാണ് ഈ സ്ഥാനത്തെത്തിയ ആദ്യ വനിതയാണ്, ആദ്യ മലയാളിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഓർക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജനുവരി 4 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.